ഗാസ മുനമ്പിൽ തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ തുടർച്ചയായി ആവശ്യപ്പെട്ടതിനിടെ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ നിരായുധീകരണത്തിന് തയ്യാറല്ലെന്ന് ഹമാസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചത് നിലവിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കാനും ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള കരാറിനായി ഹമാസും ഇസ്രയേലും തമ്മിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന പരോക്ഷ ചർച്ചകൾ ഫലമില്ലാതെ അവസാനിച്ചിരുന്നു. ഈ ചർച്ചകളെല്ലാം ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് തങ്ങളുടെ കടുത്ത നിലപാട് ലോകത്തെ അറിയിച്ചത്. പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് രാജ്യ സിദ്ധാന്തത്തെ പിന്തുണച്ച് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് ഒരു പുതിയ പ്രമേയം സമർപ്പിച്ചിരുന്നു. ഈ പ്രമേയത്തെ പ്രാദേശിക ശക്തികളായ ഖത്തറും ഈജിപ്തും സജീവമായി അനുകൂലിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഗാസയിലെ ഭരണം കൂടുതൽ സമാധാനപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ പാശ്ചാത്യ പിന്തുണയുള്ള പലസ്തീൻ ഭരണകൂടത്തിന് കൈമാറണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇത് ഗാസയിലെ അധികാരം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. ഇത് ഗാസയുടെ പുനർനിർമ്മാണത്തിനും പലസ്തീൻ ജനതയുടെ ഭാവിക്കും വളരെ നിർണായകവുമാണ്. എന്നാൽ 2007 മുതൽ ഗാസയിൽ ഭരണം നിലനിർത്തുന്ന ഹമാസ് ഇസ്രയേലിന്റെ തുടർച്ചയായ സൈനിക ആക്രമണങ്ങളിൽ തങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും സായുധ പ്രതിരോധ എന്ന തങ്ങളുടെ അവകാശം ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ അധിനിവേശത്തെ ചെറുക്കാനുള്ള ഒരേയൊരു മാർഗം സായുധ പ്രതിരോധമാണെന്ന് ഹമാസ് വിശ്വസിക്കുന്നുണ്ട്. ജെറുസലേം തലസ്ഥാനമായ ഒരു പൂർണ്ണ പരമാധികാര പലസ്തീൻ രാജ്യം സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ തങ്ങൾ ആയുധം താഴെ വയ്ക്കൂ എന്ന് ഹമാസ് തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ അധിനിവേശത്തിൽ നിന്ന് മോചിതമായി പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതുവരെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നതുവരെയും പ്രതിരോധം തുടരുമെന്നാണ് ഹമാസിന്റെ നിലപാട്. ഈ നിലപാട് സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ സങ്കീർണമാക്കുന്നു. ഹമാസിന്റെ ഈ പ്രഖ്യാപനം നിലവിലുള്ള എല്ലാ സമാധാന ശ്രമങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിരായുധീകരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കാതെ ആയുധം താഴെ വെക്കില്ലെന്ന് ഹമാസിന്റെ നിലപാട് ഇരുപക്ഷത്തെയും കൂടുതൽ അകറ്റുന്നു. മറുവശത്ത് ഹമാസിന്റെ ആയുധ നിരായുധീകരണം ഗാസയിലെ യുദ്ധം അവസാനിക്കാൻ അനിവാര്യമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഗാസയിൽ സമാധാനം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നത് ഇസ്രയേലിന്റെ നാശത്തിലേക്കുള്ള ഒരു വേദിയായിരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വിമർശനവും. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു രാഷ്ട്രം അതിർത്തിയിൽ ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. പലസ്തീൻ രാജ്യം ഹമാസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാക്കാനും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താനുമുള്ള താവളമായി മാറാനും സാധ്യതയുണ്ടെന്നാണ് നെതന്യാഹു ഭയപ്പെടുന്നത്. ഗാസയിലെ വ്യാപകമായ നാശനഷ്ടങ്ങളോട് പ്രതികരിച്ച് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെയും നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ഈ രാജ്യങ്ങളുടെ നടപടി ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്നും അത് സമാധാന ശ്രമങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നത് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് തുല്യമാണെന്ന് ഇസ്രയേൽ വാദിക്കുന്നുമുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഈ നീക്കങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളെ വർദ്ധിപ്പിക്കുമെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേലി ബന്ദികളുടെ വീഡിയോകൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഇസ്രയേലിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതും. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബന്ദികളുടെ കുടുംബങ്ങളും പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും ശക്തമായി രംഗത്തെത്തി. തടവുകാരുടെ മോചനം വൈകുന്നത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് ബന്ദികളുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നുമുണ്ട്. ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അവരുടെ ജീവിതം വെച്ച് നെതന്യാഹു രാഷ്ട്രീയം കളിക്കുകയാണെന്നും കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇത് നെതന്യാഹു സർക്കാരിന്മേലുള്ള ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാതെ യുദ്ധം തുടരുന്നത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്നും പലരും കരുതുന്നുണ്ട്. പ്രതിഷേധങ്ങൾ പലപ്പോഴും സർക്കാരിന്റെ രാജി ആവശ്യപ്പെടുന്ന നിലയിലേക്ക് വളർന്നിട്ടുമുണ്ട്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ പൂർണ്ണമായി നിരാകരിക്കുന്നതും ഹമാസിന്റെ നിരായുധീകരണം ഇസ്രയേൽ നിർബന്ധമാക്കുന്നതും നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. സമാധാന ചർച്ചകൾ ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ വർദ്ധിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. എന്നാൽ ഇരുപക്ഷം തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സമാധാനപരമായ ഒരു ഭാവിക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഈ സംഘർഷം കേവലം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല. ഇത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ അവകാശങ്ങളുടെയും ചരിത്രപരമായ വൈരാഗ്യങ്ങളുടെയും സങ്കീർണമായൊരു തുടർച്ചയാണ്. UN, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര ശക്തികൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷത്തിന്റെയും കടുത്ത നിലപാടുകൾ
ന്യൂനതകൾ കാരണം ഈ ശ്രമങ്ങളെല്ലാം പലപ്പോഴും പാളിപ്പോകുന്നു. ഗാസയുടെ പുനർനിർമ്മാണം, പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കൽ, ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കൽ എന്നിവയെല്ലാം സമാധാനപരമായ ഒരു പരിഹാരത്തിന് അനിവാര്യമാണ്. ഹമാസിന്റെ ആയുധ നിരാകരണവും പലസ്തീൻ അതോറിറ്റിയുടെ ഗാസയിലെ ഭരണം സ്ഥാപിക്കുന്നതും ഇസ്രയേലിന്റെ പ്രധാന ആവശ്യങ്ങളാണ്. എന്നാൽ പലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശവും ജെറുസലേം തലസ്ഥാനത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രവും ഹമാസിന്റെ പലസ്തീൻ ജനതയുടെയും പ്രധാന ആവശ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഗാസയിലെ സംഘർഷം തുടരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഭാവിയിൽ ഈ സംഘർഷത്തിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായി ഇടപെടുകയും ഇരുപക്ഷത്തെയും ഒരു പൊതുധാരണയിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഈ മേഖലയിൽ അസ്ഥിരത തുടരുകയും അത് കൂടുതൽ മാനുഷിക ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും.